പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടെ ഇന്ന് ഈ ഞായറാഴ്ച ലാറ്ററൻ മഹാദേവാലയ പ്രതിഷ്ഠാ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം. രണ്ടാമത്തെ വായനയിലാണ് കർത്താവ് നമ്മളോട് ആ ഒരു ചലഞ്ച് വെക്കുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. ഇത്ര മഹത്തായൊരു തിരുനാൾ ആഘോഷിക്കുന്ന ദിവസത്തിൽ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, സഭ ആഗ്രഹിക്കുന്നത് നമ്മളാകുന്ന ആലയത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. സ്വർഗത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദൈവത്തിൻ്റെ ആലയങ്ങളായി ജീവിക്കേണ്ടിയിരുന്ന മനുഷ്യർ എത്രമാത്രം ഇങ്ങനെ കല്ലറകളെപ്പോലുള്ള ജീവിതങ്ങളായി മാറിയെന്ന് കർത്താവ് സങ്കടപ്പെടുന്നുണ്ട്. ശരിക്കും ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കേണ്ടിയിരുന്ന മനുഷ്യർ മാമോദീസായിലൂടെ കിട്ടിയതാണ് പരിശുദ്ധാത്മാവിനെ. എന്നിട്ട് ആ ശരീരത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെ അശുദ്ധതകളാണ് നമ്മൾ കയറ്റിക്കൂട്ടിയത്, എന്തൊക്കെ ദുർമോഹങ്ങളാണ് കയറ്റിക്കൂട്ടിയത്. ആത്മാവിന് വസിക്കാൻ സാധിക്കാത്ത വിധത്തിൽ, ആത്മാവിനിങ്ങനെ പുറത്ത് ചാടിക്കുന്ന വിധത്തിൽ എൻ്റെ ഉള്ള് എന്തൊക്കെ കൊണ്ടാണ് നിറഞ്ഞു നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് ഈ ഒരു വചനത്തിൻ്റെ രൂക്ഷത ഒന്ന് മനസ്സിലാക്കണത് നല്ലതാണ്. ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. കർത്താവ് തൻ്റെ ശരീരമാവുന്ന ആലയത്തെക്കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു. അതൊരു റെസ്റ്റോറേഷന് കാരണമായത് ഒരശുദ്ധിക്കും കർത്താവ് തൻ്റെ ഈ ശരീരം വിട്ടുകൊടുക്കാതിരുന്നുകൊണ്ട്. ഒരു പുനരുദ്ധാനം ഉണ്ടായത്, കർത്താവിന് ഉയർക്കാൻ പറ്റിയത്, പറഞ്ഞല്ലോ ഇതൊരു റെസ്റ്റോറേഷന് കാരണമായി തീർന്നത് തൻ്റെ ആ ശരീരമാകുന്ന ആലയം കർത്താവ് ഒരു അശുദ്ധിക്കും വിട്ടുകൊടുത്തില്ല എന്നുള്ളതാണ്. ഒരശുദ്ധിക്കും. ആ ആലയത്തെ സ്വർഗം പൊന്നുപോലെ പൊതിഞ്ഞ് പിടിച്ച് സംരക്ഷിക്കുന്നത് കാണണം. തൻ്റെ അസ്ഥികൾ ഒടിയാൻ, തൻ്റെ അഭിഷിക്തൻ്റെ അസ്ഥികൾ ഒടിയാൻ അവിടെ നിന്ന് അനുവദിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയ്ക്ക് പൊന്നുപോലെ നോക്കും. നമ്മൾ എത്രമാത്രം കാര്യമായിട്ട് നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കുന്നു, അത് ആത്മാവിൻ്റെ ആലയമാണെന്ന രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്യുന്നു, അതനുസരിച്ച് കർത്താവ് നമ്മളോട് പ്രവർത്തിക്കും. ഇത് വെറുതെ ജിം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോയി സൗന്ദര്യം വർദ്ധിപ്പിക്കാനോ ഉള്ള കാര്യത്തെക്കുറിച്ചല്ല പറയണത്. അതൊക്കെ എൻ്റെ ശരീരത്തെ ഞാൻ ആത്മാവിൻ്റെ ആലയമായി കൊണ്ടു നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വേണമെന്നേ ഉള്ളൂ. മനുഷ്യരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ ചെയ്തുകൊണ്ടിരിക്കണേ. അതിനുവേണ്ടി മുടക്കുന്ന സമയം പ്രാർത്ഥന കൊണ്ടും നിറയ്ക്കുന്ന സുഹൃതങ്ങൾ കൊണ്ടും ജീവിതത്തെ മുഴുവൻ നന്മയുടെ പരിമളം കൊണ്ട് നിറയ്ക്കുന്ന പ്രവൃത്തികൾ കൊണ്ടുമൊക്കെ നമുക്ക് ഒന്ന് റീപ്ലേസ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. എൻ്റെ ശരീരം പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയമാണ്. അതിനു വേണ്ടിയിട്ട് എൻ്റെ ശരീരത്തെ ഒരുക്കിയേ പറ്റുള്ളൂ. ആ ശരീരത്തെ ഇപ്പം നമ്മൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്തൊക്കെ പ്രവൃത്തികൾ കൊണ്ടാണെന്നൊന്ന് ആലോചിച്ച് നോക്കണം. കുഞ്ഞുമക്കളടക്കം, അത് വലുതായവർ, നമ്മൾ കൊടുക്കാത്ത ബോധ്യങ്ങൾ അവർക്കെങ്ങനെ കിട്ടാൻ പോണേ? നമ്മൾ എത്രമാത്രം ഈ ശരീരത്തെ പരിപാവനമായ വിധത്തിൽ കൊണ്ടു നടക്കണത് നമ്മുടെ മക്കൾ കണ്ടിട്ടുണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര ഭംഗിയായിട്ട് കൊണ്ടു നടക്കേണ്ട ഒരു ശരീരം, ആ ശരീരത്തെ ഞാൻ അത്ര ശ്രദ്ധിക്കാതെ വെച്ചിട്ടുണ്ട്. ആ ശരീരത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഞാൻ വല്ലാതെ മോശമായിട്ട് അതിനെ കരുതിയിട്ടുണ്ട്. ആ ശരീരം വൃത്തിയായി കൊണ്ട് നടക്കുന്ന കാര്യത്തിൽ, ആ ശരീരത്തിൻ്റെ ശുദ്ധി കാത്ത് സൂക്ഷിക്കുന്ന കാര്യത്തിൽ, ആ ശരീരത്തിൻ്റെ ഈ ഒരു ജീവിതത്തിൻ്റെ പരിശുദ്ധി സൂക്ഷിക്കേണ്ട കാര്യത്തിലൊക്കെ നമുക്ക് വല്ലാതെ തെറ്റുപറ്റിയിട്ടുണ്ട്. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ആ ശരീരം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. കാരണം നിങ്ങളാണ് ആ ആലയം. വലിയ ഓർമ്മപ്പെടുത്തലാണ് ഇത്. വെറുതെ ഓർമ്മപ്പെടുത്തലായിട്ട് മാത്രം എടുക്കേണ്ട വലിയൊരു കോംപ്ലിമെൻ്റാണ്. കർത്താവ് വസിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരാളെ. നമ്മളെ എപ്പോഴും പാടുന്നൊരു പാട്ടുണ്ടല്ലോ, വേണ്ട പോകരുതേ നാഥ നിൽക്കണമേ, തീർത്തു കൊള്ളാം ഞാൻ
നല്ലൊരു പൂമണ്ഡപം. വാവാ യേശുനാഥ എന്നുള്ള പാട്ടിൽ പറയണതാ, നമ്മൾ പാടുന്നതാ. വേണ്ട പോകരുതേ നാഥ നിൽക്കണമേ, തീർത്തു കൊള്ളാം ഞാൻ നല്ലൊരു പൂമണ്ഡപം. കർത്താവെ, അങ്ങേക്ക് വസിക്കാനും മാത്രം എൻ്റെ ശരീരം, എൻ്റെ ജീവിതം എത്രമാത്രം ഒരുക്കപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എങ്കിലും ഇന്നു മുതൽ കർത്താവെ, അങ്ങേക്ക് വാക്ക് തരാണ്. ആത്മാവിന് വസിക്കാൻ സാധിക്കുന്ന വിധത്തിൽ പരിശുദ്ധമായി ഞാൻ എൻ്റെ ഈ ശരീരത്തെ, എൻ്റെ ഈ ജീവിതത്തെ കൊണ്ട് നടന്നുകൊള്ളാം. ജയിലിൽ നിന്നിറങ്ങി വീട്ടുകാർ സ്വീകരിക്കാതെ പുറത്തേക്ക് തള്ളപ്പെട്ട കുറച്ച് പേരെ കൂട്ടി ഒരു അച്ഛൻ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവർ പാടിയ പാട്ട് ഓർമ്മയുണ്ട്. മലിനമായ ഈ മൺകുടം അങ്ങേ തിരുപ്പാദ സന്നിധിയിൽ, സ്നേഹസ്വരൂപ തവദർശനം എന്നുള്ള പാട്ടാണ്. അതിനകത്ത് ഈ വരികൾ വരുമ്പോൾ ഒറ്റയ്ക്കായിരുന്നു ആദ്യം പാടിയത് ഒരു ചേട്ടൻ. ആൾക്ക് പാടാൻ പറ്റണില്ല. മലിനമായ ഈ മൺകുടം അങ്ങേ തിരുപ്പാദ സന്നിധിയിൽ. ദൈവത്തെ കൊണ്ട് നടക്കേണ്ടിയിരുന്ന, ദൈവാത്മാവിൻ്റെ അഭിഷേകവുമായി ജീവിക്കേണ്ടിയിരുന്ന ഈ ജീവിതം മലിനമായ മൺകുടം കണക്കെ കർത്താവെ ഞാൻ ആക്കിത്തീർത്തല്ലോ എന്ന സങ്കടത്തിൽ കണ്ണീര് പൊഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യന് പിന്നീട് മുന്നോട്ട് പാടാൻ സാധിക്കാതെ വരുമ്പോൾ ബാക്കി എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്ന് അവരെ ചേർത്ത് പിടിച്ച് ഒരേ മനസ്സോടുകൂടെ ഈ പാട്ട് പാടുന്നത് കേൾക്കുമ്പോൾ അത് ഏറ്റവും വലിയൊരു പശ്ചാത്താപത്തിൻ്റെ ഒരു കൺഫഷൻ്റെ കാഴ്ചയായിരുന്നു. അത് മലിനമായ ഈ മൺകുടം അങ്ങേ, അവർ ചെയ്ത തെറ്റുകൾ അവർ അംഗീകരിക്കുന്നുണ്ട്. ജയിലിൽ കിടക്കാൻ ഞങ്ങൾ യോഗ്യരായിരുന്നു, ഞങ്ങൾ അതിനുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കർത്താവെ, അതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴും ഞാൻ അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ യോഗ്യനല്ല എന്ന് ഏറ്റുപറയുന്ന ഒരാളുടെ ഉള്ളെത്ര ശുദ്ധമായിരിക്കും. ഇനി ആ ശുദ്ധിയോടുകൂടെ വേണം നമുക്ക് ജീവിക്കാനായിട്ട്. എങ്കിൽ മാത്രമേ ആത്മാവിനെ ഇറങ്ങി വരാനായിട്ടുള്ളൊരു സാധ്യതയുള്ളൂ അതിലേക്ക്. പരിശുദ്ധാത്മാവെ, വന്ന് വസിക്കാനായി എൻ്റെ മാനസങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഈശോ എഴുന്നള്ളി വരാൻ അങ്ങേക്ക് നിരക്കാത്തതൊന്നും തന്നെ ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് കർത്താവിന് വാക്ക് കൊടുത്തുകൊണ്ട് ദേവാലയം കണക്ക് മനോഹരമായി സൂക്ഷിക്കേണ്ട ഈ ജീവിതത്തെ, ഈ ശരീരത്തെ കർത്താവെ ഇനി അതേ വിശുദ്ധിയിൽ ഞങ്ങൾ പരിപാലിച്ചു കൊള്ളാമെന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട് കർത്താവെ, അവിടുന്ന് വസിക്കുന്ന ദേവാലയമായി തീരാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം. സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തനിക്ക് വേണ്ടി ആലയം പണിത മഹത്വപൂർണമായ തൻ്റെ ആലയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് സോളമൻ രാജാവിനോട് കർത്താവ് പറയുന്നൊരു വാഗ്ദാനമുണ്ട്. ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും സദാ ജാഗരൂകമായിരിക്കും. എൻ്റെ ഹൃദയപൂർവകമായ കടാക്ഷം എപ്പോഴും ഇതിന്മേൽ, ഈ ദേവാലയത്തിന്മേൽ ഉണ്ടായിരിക്കും. എൻ്റെ ജീവിതം ആലയം കണക്കാണെങ്കിൽ, എൻ്റെ ശരീരം കർത്താവ് വസിക്കാനായിട്ട് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവാലയം കണക്കാണെങ്കിൽ കർത്താവിൻ്റെ വാഗ്ദാനമാണ്, ഇവിടെ നിന്നുയരുന്ന, എന്നിൽ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും സദാ ജാഗരൂകമായിരിക്കും. എൻ്റെ ഹൃദയപൂർവകമായ കടാക്ഷം എപ്പോഴും ഇതിന്മേലുണ്ടായിരിക്കും. കർത്താവ് എൻ്റെ മേൽ കരുണയോടുകൂടെ നോക്കുമെന്ന്, അവിടുന്ന് എൻ്റെ പ്രാർത്ഥനകൾക്ക്, നിലവിളികൾക്ക് നേരെ ചെവി തരുമെന്ന്, അവിടുന്ന് വലിയ പരിഹാരവുമായിട്ട് ഹൃദയപൂർവ്വം എന്നെ കടാക്ഷിക്കുമെന്ന്. അതിന് ഒറ്റ കാര്യം, കർത്താവിന് വസിക്കാൻ യോഗ്യമായ ദേവാലയമാക്കി എൻ്റെ ജീവിതത്തെ, എൻ്റെ ശരീരത്തെ വിശുദ്ധമായി പരിപാലിക്കുക. കർത്താവെ, അതിനെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രാത്രി വിശുദ്ധമായ ഉറക്കത്തിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യ
സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.